ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കണം എന്ന് പറയാൻ ഞാൻ അർഹനല്ല. പക്ഷെ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ പറയുന്ന വാക്കിൽ വലിയ സത്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊക്കെ നമ്മളെ ശരീരത്തിൽ ജീവനുണ്ട്, ആരോഗ്യമുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമ്പത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു ദിവസവും എല്ലാം ഉണ്ട്. നമുക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നമുക്കുണ്ട്. ഈ 24 മണിക്കൂറിൽ ഞമ്മക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും. ഒരു സമയത്തെങ്കിലും ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും. പ്രായം ചെന്നവരുണ്ടാവും, പ്രായം ഇല്ലാത്തവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ ആരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും. നമുക്കിതൊക്കെ തന്ന ആ പഠിച്ചവൻക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത്. ഇന്ന് നമുക്ക് ഒരുപാട് കൂട്ടുകാരികളും കുടുംബക്കാരും എല്ലാവരും ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ആ മരണം കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കുറച്ച് വിഷമവും കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും അല്ലേ? അത് മറവ് ചെയ്ത് കഴിഞ്ഞ് ആ മണ്ണിട്ട് മൂടി അവിടുന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നൊരു ചെറിയൊരു വിഷമം ഉണ്ടാവും. ആ മണ്ണിട്ട് മൂടി ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മളെ കൂടുമ്പോഴുള്ളവരെ തന്നെ ഉണ്ടെങ്കിൽ എല്ലാവരും അവരുടേതായ പണിക്കും അവരുടേതായ ജോലിക്കും അവരുടേതായ കാര്യങ്ങൾക്കും അവരൊക്കെ പോയി അവർ ബിസിയായി. നമ്മളെ ഫോൺ കോള് കാത്തിരുന്ന ഭാര്യ അല്ലെങ്കിൽ കുടുംബക്കാർ അവർ പോലും നമ്മളെ കോളിന് പോലും അങ്ങനെ ഒരാൾ വിളിക്കാണ്ടെന്ന് പോലും ചിന്തിക്കാത്തൊരു സമയമുണ്ട് അല്ലേ? നമ്മൾ എന്ത് സമ്പാദിച്ചു കഴിഞ്ഞാലും ആർക്ക് എന്ത് നന്മ ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലും ആർക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാലും ഞമ്മക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കാണേ അപ്പം മനസ്സിലാവും നമ്മക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത്, നമ്മൾ എന്താണ് ഉണ്ടാക്കിയത്. നമുക്ക് ഈ ജീവൻ തന്ന ആ ദൈവത്തിനെ നമ്മൾ ഏത് ടൈമിൽ ഓർത്ത് നമുക്കൊരു ദിവസത്തിൽ 24 മണിക്കൂർ കിട്ടിയിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണില്ല. നമ്മളിതെല്ലാം കഴിഞ്ഞ് പോയിട്ട് ചിലപ്പം മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ അവിടെ പോയിരുന്നിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടാ? എനിക്ക് അന്ന് സമ്പത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ആരോഗ്യം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടാ? ഇന്നിപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനും ആ തെറ്റ് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാനും കഴിയും. പക്ഷേ ഈ വരുന്ന ആ ഒരു വായു നിലച്ചു കഴിഞ്ഞാൽ തെറ്റ് തിരുത്താൻ പറ്റുമോ? തിരുത്താൻ പറ്റൂലല്ലോ. ആ തെറ്റ് തിരുത്താനുള്ള അവസരം ഉണ്ടാ? ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കാണി. ഞാനടക്കം നമ്മൾ എന്ത് ചെയ്ത്, എന്ത് നന്മ ചെയ്ത്, ആർക്ക് വേണ്ടി ചെയ്ത്, നമ്മളതായ ജീവൻ തന്ന ആ ദൈവത്തിനെ നമ്മളൊരു 24 മണിക്കൂറിൽ എത്ര ആൾക്കാർ ഓർക്കുന്നുണ്ടെന്ന് ഒന്ന് ഓർത്ത് നോക്കാണി. ഞാൻ പറയണത് ആരും വേദനിപ്പിക്കാനല്ല. ഞാൻ ഒരു ഇത് തോന്നിയപ്പോൾ അതൊരു വീഡിയോ ആണ് എങ്കിലും അത് നിങ്ങൾക്കൊരു അറിവാണ്.